ഞാൻ എന്ന് മുതൽ നിസ്കരിക്കാൻ തുടങ്ങിയതാണെന്നറിയോ? എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ നിസ്കാരത്തിലൂടെ കിട്ടേണ്ട ഒരു സമാധാനവും സന്തോഷവും എനിക്കിതുവരെ കിട്ടിയിട്ടില്ലാന്നേ. ഒരൊറ്റ വക്കത്ത് ഞാൻ മുടക്കാറില്ല. തഹജ്ജുദ് ഞാൻ നിസ്കരിക്കാറുണ്ട്, വിത്തർ നിസ്കരിക്കാറുണ്ട്, റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കാറുണ്ട്. എന്നിട്ടൊന്നും ഈ സമാധാനം എന്ന് പറഞ്ഞ സാധനം എന്നെ തേടി വരണില്ല. എന്താ ഞാൻ ചെയ്ത തെറ്റ്? എന്താ എനിക്ക് സമാധാനം കിട്ടാത്തത്? ശരിക്കും ഞാൻ ഇന്ന് പറയുന്നത് പോലെ നിങ്ങളൊന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് കളറാവൂട്ടോ. നിങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ ടെൻഷനും സങ്കടങ്ങളും പ്രയാസങ്ങളും അലിഞ്ഞില്ലാതെയാകും. ലോകത്തെ ഏറ്റവും സന്തോഷം നിറഞ്ഞ മനുഷ്യർ നിങ്ങളായി മാറും. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഏറ്റവും വലിയൊരു സമ്മാനമായി കിട്ടിയൊരു സാധനമാണല്ലേ നിസ്കാരം, ഇല്ലേ? ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ പടച്ചോൻ നേരിട്ട് 7 വാനങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് കൊടുത്തുവിട്ട സമ്മാനമാണ്. ഈ നിസ്കാരം കൊണ്ട് തെറ്റിൽ നിന്നകലും, ടെൻഷൻ ഫ്രീ ആകും, സ്വസ്ഥത കിട്ടും, സമാധാനം കിട്ടും, കുടുംബത്തിൽ സന്തോഷം നിറയും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും എന്തോടോ നമുക്കൊന്നും കിട്ടാത്തത്? അതിന് മാത്രം നമ്മളിപ്പോൾ എന്തുട്ടാ ചെയ്തത്, അല്ലേ? നമ്മൾ നിസ്കരിച്ചിട്ട് നമുക്ക് സമാധാനം കിട്ടണില്ലല്ലോ. ഞാൻ എന്തോരം ദുഹാ നിസ്കരിച്ചു, തഹജ്ജുദ് നിസ്കരിച്ചു, ഒരു സന്തോഷം എനിക്ക് കിട്ടണില്ലല്ലോ. എന്താ പടച്ചോനെ കാരണം? ഇങ്ങനെ സങ്കടപ്പെടുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഒരു പ്രഭാഷണം കേൾപ്പിച്ചു തരാം. മനസ്സിരുത്തി ഒന്ന് കേട്ടോ. സ്വർഗത്തെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകൾ നീങ്ങും. നിസ്കാരത്തിൽ എന്താണ് നമുക്ക് സമാധാനം കിട്ടാത്തതെന്ന് തിരിച്ചറിയും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ ലുഹാ നിങ്ങൾ നിസ്കരിച്ചു നോക്കേ. ഇന്ന് ലുഹറിന് മുമ്പ് നിങ്ങളുടെ ജീവിതം സന്തോഷത്താൽ നിറയും. ട്രൈ ചെയ്ത് നോക്കൂല്ലേ നിങ്ങൾ? അതിനുശേഷം നമുക്ക് ഒരുമിച്ചൊന്ന് കേൾക്കാം. നമ്മുടെ റിലീഫ് പദ്ധതിയുടെ നമ്പർ താഴെ ഉണ്ട് കേട്ടോ. ഒരു പ്രയാസം പോയിക്കണ മനുഷ്യനെ നമ്മൾ ചേർത്ത് പിടിക്കണ്ടേ? കഴിയുന്നവരൊക്കെ ചേർത്ത് പിടിക്കണം. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമുക്ക് ഒരുമിച്ചൊന്ന് കേൾക്കാം. ജെറുസലേമിന്റെ തെരുവിലൂടെ ഒരു സ്ത്രീ ഒരു കയ്യില് വിളക്കും മറ്റേ കയ്യില് വെള്ളവുമായിട്ട് നടന്നു പോവാൻ. സയ്യിദത്തുന റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയാണത്. ഒരു കയ്യില് തീയുണ്ട്, ഒരു കയ്യില് വെള്ളമുണ്ട്. അപ്പൊ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, എന്തിനാണ് റാബിഅ ഈ കയ്യിൽ വെള്ളവും ഒരു കയ്യിൽ തീയുമായിട്ട് നീ നടക്കുന്നത്? എന്റെ കയ്യിലുള്ള ഈ വെള്ളം കൊണ്ട് നിങ്ങളൊക്കെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന നരകത്തിനെ പേടിച്ചിട്ടല്ലേ? നിങ്ങൾ നിസ്കരിക്കുന്നത് നരകത്തിലിടുമെന്ന് പേടിച്ചിട്ടല്ലേ? നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നത് നരകത്തിലിടുമെന്ന് പേടിച്ചിട്ടല്ലേ? ആ നരകം അണച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെള്ളം കൊണ്ടുപോകുന്നത്. സ്വർഗം, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് മുഴുവൻ സ്വർഗം കിട്ടാനല്ലേ? ആ സ്വർഗം നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തീയും കൊണ്ടുപോകുന്നത് എന്ന് നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടി മനോഹരമായൊരു സൂഫി വചനം എന്നോണം പറയുന്ന സയ്യിദത്തുന റാബിഅ റളിയല്ലാഹു അൻഹ. ഈ റാബിഅ ബീവിയോട് ഒരു വിവാഹാന്വേഷണം നടത്തുന്നുണ്ട് ജെറുസലേമിലെ രാജാവ്. രാജാവ് ചോദിക്കുന്നുണ്ട്, ഓ റാബിഅ, എനിക്ക് നിന്നിൽ നിന്ന് ശാരീരിക സുഖമൊന്നും വേണ്ട, നീ എനിക്ക് സേവനമൊന്നും ചെയ്യണ്ട, മറിച്ച് നിന്നെ വിവാഹം കഴിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സംഗതി എന്താന്ന് വെച്ചാൽ, നാളെ മഹ്ശറിൽ പോയി നിൽക്കുന്ന സമയത്ത് അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഞാൻ റാബിഅയുടെ ഭർത്താവാണെന്ന് എനിക്ക് അഭിമാനം പറയാൻ പറ്റണം. സയ്യിദത്തുന റാബിഅ റളിയല്ലാഹു അൻഹ ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, സംഗതിയൊക്കെ ശരിയാണ്, പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കുമ്പോ ഹൽ അല സൗജതി അൻ തുഹിബ്ബ സൗജഹാ ഫമാ ഫീ ഖൽബി ബുദ്ദുൻ അല്ലാ യുഹിബ്ബ മൗലായ. നിങ്ങൾക്ക് എന്നിൽ നിന്ന് ശരീരസുഖമൊന്നും വേണ്ട, ഞാൻ നിങ്ങൾക്ക് ഖിദ്മത്തൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒരു പെണ്ണിന് ഭർത്താവിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? പെണ്ണിന്റെ ഹൃദയത്തിൽ ആരുണ്ടാകണം? ഭർത്താവ് ഉണ്ടാകണം. പക്ഷെ എൻ്റെ കൽബിൽ ഓൾറെഡി മറ്റൊരാളുണ്ടല്ലോ. എൻ്റെ നാഥനായ റബ്ബന്റെ കൽബിലുണ്ടായിരിക്കെ എങ്ങനെയാണ് അവിടെ നിങ്ങൾക്ക് എനിക്ക് സ്ഥാനം തരാൻ പറ്റുക? എന്നിട്ടൊരു പാട്ട് പാടുകയാണ്, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എനിക്ക് അല്ലാഹ് മതി. മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്,
എന്റെ ഹൃദയത്തിൽ എന്റെ നാഥനായ റബ്ബല്ലാതെ ഒന്നുമില്ല, ആരുമില്ല. സയ്യിദത്തുനാ റാബിഅ റളിയല്ലാഹു അൻഹാ. യഥാർത്ഥത്തില് എന്താണ് സ്വർഗം? സ്വർഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്വർഗം അള്ളാഹുവാണ്. സ്വർഗത്തിലെ പുഴയെ മാറുമൊക്കെ നിങ്ങൾ മാറ്റിവെക്ക്, ഏറ്റവും വലിയ സ്വർഗം അള്ളാഹുവാണ്. ഒരു കവി പാടി വെച്ചില്ലായിരുന്നോ? വിഡ്ഢികളുടെ സ്വർഗ സൗഖ്യങ്ങൾ പുല്ല് പോലെ നീ തള്ളടോ, കള്ളൂഷാപ്പല്ല വേശ്യത്തോപ്പല്ല, സ്വർഗം അല്ല എന്നോർക്കടോ. സ്വർഗം എന്ന് പറയുമ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഹൂറികളും ആറുകളും പുഴകളും ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് തള്ളിക്കളയേ. സ്വർഗം അല്ല എന്നോർക്കടോ. അല്ലേ? അല്ലയാണ് സ്വർഗം, അള്ളാനെ കിട്ടലാണ് സ്വർഗം. ആ സ്വർഗത്തിന് വേണ്ടി അമല് ചെയ്യുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ. സ്വർഗത്തിൽ കിട്ടുന്ന സംഗതി ഖുർആൻ പറയുന്നുണ്ട്. ജസാഉഹും ഇൻദ റബ്ബിഹിം, അള്ളാന്റെ ഒരു ഇൻദിയത്ത്, ഒരു മഅയ്യത്ത്, പടച്ചോന്റെ അടുക്കൽ, പടച്ചോനെ കണ്ട് അള്ളാന്റെ സാമീപ്യം ആസ്വദിച്ച്, അതാണ് ഏറ്റവും വലിയ സ്വർഗമെന്ന് തിരിച്ചറിഞ്ഞു നിൽക്കൽ. അതാണ് സ്വർഗത്തിലെ ഏറ്റവും മേലെയുള്ള തട്ട് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സയ്യിദത്തുന ആസിയ റളിയല്ലാഹു അൻഹയുടെ ഒരു പ്രാർത്ഥനയുണ്ട് ഖുർആനില്. ആസിയ ബീവി ഫിർഔനിന്റെ ഭാര്യയാണ്. ഇസ്ലാമിലേക്ക് കടന്ന് വന്നതിന്റെ പേരില് ഫിർഔൻ ക്രൂരമായി വേദനിപ്പിക്കുകയാണ്. ശരീരത്തിന്റെ ഓരോ ഇഞ്ചിലും ഇങ്ങനെ ആണിയടിക്കുകയാണ്. ക്രൂരമായി വേദനിപ്പിക്കുമ്പോ ചിരിക്കുന്ന സയ്യിദത്തുന ആസിയ റളിയല്ലാഹു അൻഹ. എന്നിട്ടൊരു ദുആ ഉണ്ട്. റബ്ബി ബിനിലി റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന, റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന. പടച്ചവനെ എനിക്ക് സ്വർഗം തരണമെന്നല്ല, പടച്ചവനെ നിന്റെ അടുക്കൽ നിന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ എനിക്ക് നീ ഒരു ഭവനം സ്വർഗത്തിൽ തരണയല്ല. നിന്നെ കാണലാണ് എനിക്ക് വേണ്ടതല്ല. ഈ അനുഭവിക്കുന്ന വേദന മുഴുവൻ എനിക്ക് സുഖമായി തീരുന്നത് ആ കാഴ്ചയെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. അല്ലാ, എനിക്ക് നിന്നെയാണ് വേണ്ടതല്ല. സയ്യിദത്തുനാ ആസിയ റളിയല്ലാഹു അൻഹാ മരിക്കാൻ നേരത്ത് റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന, നിന്റെ അടുക്കൽ നിന്റെ മഅയ്യത്ത്, നിന്റെ ഇൻദിയത്ത് നിന്നെ കിട്ടണം. ഇതാണ് സ്വർഗം, ഇതാണ് സ്വർഗം. ഒരാള് അഖിലേന്ത്യാ തലത്തിലേക്ക് വളർന്നൊരു നേതാവായി നോക്കാം. അയാളെ കാണാൻ ഒരുപാട് ആളുകൾ വരും. ഇപ്പൊ പഴയ വീട് പോരാ, വീടൊക്കെ ഒന്നുകൂടെ ഒന്ന് സെറ്റപ്പ് ആക്കി മോടി പിടിപ്പിച്ചു, സോഫയൊക്കെ മാറ്റി, ഒരു വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്നിടത്ത് ഒരു 4-5 വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കി, ഗാർഡൻ സെറ്റ് ചെയ്തു, 24 മണിക്കൂറും ഫ്രൂട്ട്സും നല്ല ഭക്ഷണമൊക്കെ അവൈലബിൾ ആക്കി ഇങ്ങനെ വെച്ചേക്കാണ്. എന്തിനാ? വരുന്ന ഗസ്റ്റുകളെ സ്വീകരിക്കാനാണ്. പക്ഷെ ഈ വരുന്ന ഗസ്റ്റുകളൊക്കെ അവിടുത്തെ ഫ്രൂട്ട്സ് കഴിക്കാനാണോ വരുന്നത്? വണ്ടി പാർക്ക് ചെയ്യാനാണോ വരുന്നത്? അല്ലല്ലോ, എന്നെ കാണാനല്ലേ. ഇതുപോലെ സ്വർഗത്തിലെ സുഖങ്ങൾ ഒരുപാടുണ്ട്. ആത്യന്തികമായ ലക്ഷ്യം അള്ളാനെ കാണലാണ്, അള്ളാനെ കിട്ടലാണ്. അള്ളാനെ കാണാൻ വരുന്നവർക്ക് അവിടെ പുഴയുണ്ട്, അവിടെ മരങ്ങളുണ്ട്, അവിടെ ഭക്ഷണമുണ്ട്, അവിടെ പഴവർഗ്ഗങ്ങളുണ്ട്. എല്ലാം അള്ളാനെ കാണാൻ വരുന്നവർക്കാണ്, അള്ളാനെ കാണാൻ വരുന്നവർക്കാണ്. ബാക്കിയൊക്കെ സെക്കൻഡറിയാണ്, രണ്ടാമത്തേതാണ്. ഒന്നാമത്തേത് അള്ളാനെ കാണലാണ്. നമ്മൾ നിസ്കരിക്കാൻ നേരത്ത് ഇപ്പൊ ളുഹർ നിസ്കരിക്കുമ്പോൾ നമ്മൾ നിയ്യത്ത് വെക്കാറുണ്ട്. ഉസല്ലി ഫർദ ദുഹരി 4 റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല. എന്താ നമ്മൾ പറയുന്നത്? ഫർളാക്കപ്പെട്ട ളുഹർ നിസ്കാരം 4 റകഅത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് അഭിമുഖമായി ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹുക്ക് വേണ്ടി നിസ്കരിക്കുന്നു. എന്തിനാണ് അല്ലാഹുക്ക് വേണ്ടി നിസ്കരിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഈ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്? അതെന്റെ മോളെ കെട്ടിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ഒരു വേണ്ടിയുടെ ആവശ്യം അള്ളാഹ്ക്ക് ഉണ്ടോ? ആ വേണ്ടിയുടെ അർത്ഥം എന്താണെന്നറിയോ? എന്തിനാ ഭക്ഷണം കഴിക്കണത്? വിശപ്പ് മാറാൻ വേണ്ടി, അല്ലെ? വിശപ്പ് മാറാൻ വേണ്ടി. ഭക്ഷണം എന്തിനാ? വിശപ്പിന് വേണ്ടി എന്ന് പറഞ്ഞാൽ വിശപ്പ് മാറാൻ വേണ്ടി. വെള്ളം കുടിക്കുന്നതിനാ? ദാഹത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ദാഹം മാറാൻ വേണ്ടി. നീ നിസ്കരിക്കുന്നത് ലില്ലാഹി തആല, അള്ളാനെ കാണാൻ വേണ്ടി, അള്ളാനെ കാണാൻ വേണ്ടി. ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന മകൾക്ക് വിവാഹത്തിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്ന് പറയുന്നത് പോലെയല്ല, അള്ളാനെ കാണാൻ കൊതി. ആ കൊതി ഉണ്ടല്ലോ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതാണ് സ്വർഗം.
സ്വർഗം അല്ല എന്നോർക്കടോ. ആ സ്വർഗത്തിന് വേണ്ടി, അള്ളാനെ കാണാൻ വേണ്ടി, അതിനാണ് ഞാൻ നിസ്കരിക്കുന്നതെന്നാണ്. ലോകത്തെ ഏറ്റവും മനോഹരമായി തസവൂഫ് വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഇബ്നു അത്താഇല്ല സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ ഹിക്കം എന്ന് പറയുന്ന ആധ്യാത്മിക തലങ്ങളിലൂടെ വളരെ വളരെ മനോഹരമായി കടന്നു പോകുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ ഷറഹിൽ ഒരു ഹദീസ് കാണാം. ഈ കൗൽ ഹിമം എന്ന് പറയുന്ന കിതാബിൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സ്വർഗത്തിൽ കുറെ മനുഷ്യന്മാരെത്തി. അവരിങ്ങനെ അള്ളാനെ കാണാൻ, അള്ളാനെ ഇങ്ങനെ ആസ്വദിക്കാൻ. പെട്ടെന്ന് അവർക്കിടയിൽ ഒരു മറയങ്ങ് വീണു. അള്ളാനെ കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റാതെ വന്നപ്പോഴേക്ക് ഇവരിങ്ങനെ അട്ടഹസിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ഓ, നരകത്തിൽ കിടന്ന് നരകവേദന അനുഭവിക്കുന്ന ആ നരകവാസികൾ നരകത്തിൽ നിന്ന് പടച്ചോനെ നീ എന്നെ കരകയറ്റണേ എന്ന് നിലവിളിച്ച് കരയുന്നത് പോലെ ഇവർ സ്വർഗത്തിൽ നിന്ന് കരയാൻ തുടങ്ങി. പടച്ചോനെ, ഈ സ്വർഗം ഞങ്ങൾക്ക് തരല്ലേ അല്ലാ, സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ വലിച്ചെറിയണേ അല്ലാ, നിന്നെ കാണാൻ പറ്റാത്ത സ്വർഗം ഞങ്ങൾക്ക് വേണ്ട അല്ലാ. സ്വർഗമായാലും നരകമായാലും നിന്നെ കാണലാണ് പ്രധാനമല്ല, നിന്നെ കാണലാണ് പ്രധാനമല്ല. അവനെ കാണാം. ആ ഹദീസിന്റെ ഒരു രസം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. കുറച്ചേരൊന്ന് മറഞ്ഞുള്ളൂ അല്ല ആ കാഴ്ചയിൽ നിന്ന്. ഈ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ വലിച്ചെറിയണേ പടച്ചോനെ. സയ്യിദുനാ റസൂലുള്ളാഹി ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അല്ലാഹു എന്ന ലക്ഷ്യത്തിലല്ലാതെ മറ്റു വല്ലതിനും വേണ്ടിയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ, സ്വർഗത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ, ജഹ്ലുൻ അദീം, ഏറ്റവും വലിയ വിഡ്ഢിത്തരം, ഏറ്റവും വലിയ വിഡ്ഢിയാണ് നിങ്ങൾ, ഏറ്റവും വലിയ വിഡ്ഢിയാണ്. സ്വർഗത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് എന്ന് വന്നാൽ. എന്നാൽ സ്വർഗം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് റബ്ബാണെങ്കിൽ ഓക്കെ, അല്ല ആ സ്വർഗീയ സുഖങ്ങളുടെ പിന്നാലെ പോവുകയാണെങ്കിൽ ഏറ്റവും വലിയ വിഡ്ഢികളാണ് നിങ്ങളെന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചോ, ഇസ്ലാമിനെ വേറെന്തൊക്കെയോ പറഞ്ഞു മാറ്റി തീർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. ഇതൊക്കെ പറഞ്ഞിട്ട് യുക്തിവാദികൾ പരിഹസിക്കുമ്പോൾ യഥാർത്ഥ ഇസ്ലാമിലേക്ക് നമ്മൾ വന്നാൽ നമ്മുടെ ലക്ഷ്യം റിദ്വാനും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയാണ്. അതൊരു സാറ്റിസ്ഫാക്ഷൻ മൂഡാണ്. ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ അത് അള്ളാഹുവിനെ കിട്ടലാണ്, അള്ളാഹിനെ കിട്ടലാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ നടക്കുമ്പോഴുള്ള ബോണസുകളാണ് ബാക്കിയുള്ള സുഖാഡംബരങ്ങളെല്ലാം. അതാണ് ഇസ്ലാമിന്റെ സ്വർഗം എന്ന് പറയുന്നത്. ഇസ്ലാമിനെ ഈ പറഞ്ഞ സംഗതികളൊക്കെ സ്വർഗത്തിന്റെ പേരിൽ തന്നെ തെറ്റിദ്ധരിച്ചിട്ട് കുറെ നമ്മുടെ യുവാക്കള് ഇസ്ലാമിൽ നിന്ന് ഈ പറയുന്ന യുക്തിവാദം എന്ന പേര് ഓമന പേരിട്ട് വിളിക്കുന്ന യുക്തിരാഹിത്യത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഈ സൂഫികൾ മനസ്സിലാക്കിയതുപോലെ ഈ തസവൂഫിന്റെ ബോധ്യത്തിൽ അവർക്ക് സ്വർഗവും ഇസ്ലാമിന്റെ വിഷയങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവർ വഴിതെറ്റില്ലല്ലോ. അവർ ഇസ്ലാമിന്റെ ആധ്യാത്മിക തലത്തെ മനസ്സിലാക്കുമല്ലോ. എത്രമേൽ കൺവിൻസിംഗ് ആയിരിക്കും. നമ്മൾ അതിൽ നിന്ന് മാറി ഈ ബാഹ്യമായ സംഗതികൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീയെ വർണ്ണിച്ചിട്ട് ഈ സ്ത്രീയുടെ പല മുഴുപ്പുകളും പറഞ്ഞ് അത് സ്വർഗത്തിൽ കിട്ടും, അതിനുവേണ്ടി നിങ്ങൾ നിസ്കരിച്ചു എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ നമുക്ക് കഴിയണം. സൂഫികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ സ്വർഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ലുലു മാള് പോലെ അല്ലെങ്കിൽ ദുബായ് മാള് പോലെ ഒരു മാളൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല, സ്വർഗം ഒരു സിവിലൈസേഷനാണ്. അതൊരു സിവിലൈസേഷനാണ്, അതൊരു കൾച്ചറാണ്. അവിടെ കൃഷിയുണ്ട്, അവിടെ കച്ചവടമുണ്ട്, നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട്. ജസാഉഹും ഇൻദ റബ്ബിഹിം, ഏറ്റവും പ്രധാനം അള്ളാനെ കിട്ടലാണ്. അതാണ് ആദ്യം. ഇൻദ റബ്ബിഹിം, അള്ളാന്റെ അടുക്കൽ, അള്ളാന്റെ ഇൻദിയത്ത്, അള്ളാന്റെ മഅയ്യത്ത്, അള്ളാന്റെ സാമീപ്യം, അതാണ് ആദ്യം. എന്നിട്ട് പറയുന്നത് ജന്നാതു അദിൻ, തോട്ടങ്ങളുണ്ട്. അത് പിന്നീട് അതിന്റെ ഒരു ഭംഗിയാണ്. ഇപ്പോ നമ്മളിപ്പോ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് ഒരുപാട് മരുഭൂമികളുള്ള ഒരു രാജ്യത്തേക്ക് പോവാണെങ്കിലും നമ്മൾ ആ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഡിസ്പ്ലേയിൽ വെക്കുന്നത് മരുഭൂമി ആയിരിക്കില്ല, പച്ചപ്പായിരിക്കും. എന്തിനാ? ഇത്രയും നേരം ഒരു ബോറടിച്ച യാത്രയിൽ നിന്ന് നമ്മൾ വന്നിറങ്ങുന്ന സമയത്ത് മരുഭൂമി കണ്ടാൽ നമ്മുടെ മനസ്സൊന്നും കൂടെ ഒരു ടെൻഷൻ അടിക്കുന്ന മോഡിലേക്ക് പോവുള്ളൂ. എന്നാൽ പച്ചപ്പ് കാണുമ്പോൾ, ഒരു ഹരിതാപമായ സംഗതി കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷത്തിന്റെ മൂഡിലേക്ക് നമ്മൾ വരും. എന്താണ്? സ്വർഗത്തിലും ആ ഒരു സന്തോഷമുണ്ട്, ആ ഒരു സന്തോഷമുണ്ട്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്ത് നിന്ന് പുഴകൾ ഒഴുകുന്ന മനോഹാരിതയും അവിടെയുണ്ട്. എന്തിനാണ് ഈ താഴ്ഭാഗത്ത് നിന്ന് പുഴകൾ ഒഴുകുന്ന സംഗതിയൊക്കെ? ലോകത്തറിയപ്പെട്ട എല്ലാ സിവിലൈസേഷനും എല്ലാ നാഗരികതയും ഉടലെടുത്തത് പുഴയോരത്ത് നിന്നാണ്. അതായത് മോഹൻജോദാരോ ആകട്ടെ, അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആകട്ടെ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ആകട്ടെ, ചൈനീസ് സിവിലൈസേഷൻ ആകട്ടെ, ഇതൊക്കെ ഉടലെടുക്കുന്നത് നമുക്ക് കൃഷി വേണം. അതുകൊണ്ട് തന്നെ ഒരു പുഴയോട് ചേർന്നിട്ടാണ് ഇത്തരം സിവിലൈസേഷനുകളൊക്കെ
വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സിസ്റ്റം നമുക്ക് സ്വർഗത്തിലും കാണാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംസ്കൃതി അവിടെ രൂപപ്പെടും. അത് ഒരു നദിയുടെ തീരത്തായിരിക്കും. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, നദിയുടെ തീരത്ത് ആ സംസ്കൃതി അവിടെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ദുനിയാവിൽ ചിന്തിക്കുന്നത് പോലെയല്ല, അതിനൊക്കെ ഒരു സ്വർഗീയ ഭംഗി ഉണ്ടാകും. ഒരു കണ്ണും കാണാത്ത ഇല്ലേ, ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഒരു ഹൃദയവും ചിന്തിക്കാത്തത്ര മനോഹരമായ സംഗതികളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ എല്ലാത്തിലുപരി അള്ളാനെ കാണലാണ്. സയ്യിദുനാ റസൂലുള്ളാഹ് അവിടുത്തെ ഹദീത്തുകളിൽ നിന്ന് പോലും നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഒരുപാട് ആളുകൾ വിമർശിക്കുന്ന ഈ സ്വർഗസങ്കല്പാണ് നമുക്ക് ഏറ്റവും മനോഹരമായി ഇസ്ലാമിൽ ചേർത്ത് പിടിക്കാനുള്ള യുക്തിഭദ്രമായ നമ്മുടെ വിഷയമെന്ന് തിരിച്ചറിയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അത്രമേൽ സന്തോഷമാണ്. യുക്തിഭദ്രമാണ് ഇസ്ലാമിലെ സ്വർഗം. ഇപ്പൊ ചിലരെങ്കിലും ചിന്തിക്കും, ഈ സ്വർഗവും നരകവും ഒക്കെ പറയണം, ഇങ്ങനെ പറയണോ, പിള്ളേരൊക്കെ അകന്നു പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഖുർആൻ പറഞ്ഞ സ്വർഗത്തെ അള്ളാഹുവിനെ അറിഞ്ഞവർ പറയുന്ന രീതിയിൽ നമ്മളൊന്ന് പറഞ്ഞു നോക്കിക്കേ. ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ കൊതിക്കും. കാരണം എന്താ? ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്, ഞാൻ ഈ ജീവിക്കുന്നത് എൻ്റെ നാഥനായ റബ്ബിനെ കിട്ടാനാണ്. ആ റബ്ബിനെ കിട്ടലാണ് ഏറ്റവും വലിയ സ്വർഗം. നമ്മളെപ്പോഴും പാടുന്നൊരു പാട്ടില്ലേ, കള്ളുഷാപ്പിൽ നീ കേറിടാച്ചത് സ്വർഗ കള്ളിന് കൊതിച്ചിട്ടോ, പെണ്ണിനാലെ നീ നാറിടാച്ചത് ഹൂറിമാരെ നീനച്ചിട്ടോ, വിഡ്ഢികളുടെ സ്വർഗ സങ്കല്പം പൊള്ളുപോലെ നീ തള്ളടോ, കള്ളുഷാപ്പല്ല വേശ്യത്തോപ്പല്ല സ്വർഗം അല്ല എന്നോർക്കടോ. അല്ലേ? എന്താ നീ കള്ളു കുടിക്കാത്തത്? എന്റെ റബ്ബിനെ കാണാൻ പറ്റൂല കള്ളു കുടിച്ചാൽ. അല്ലെ സ്വർഗത്തിലെ കള്ളു കിട്ടാൻ അവൻ ഇതിന്റെ ഒരു സുഖം മനസ്സിലാകുന്നില്ല. എന്തേ നീ കള്ളു കുടിക്കാത്തത്? എന്തേ നീ വ്യഭിചരിക്കാത്തത്? എനിക്കെന്റെ റബ്ബിനെ കിട്ടണം, എന്റെ റബ്ബിനെ കാണണം. അതാണ് ഏറ്റവും വലിയ സ്വർഗം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ മാറ്റി നിർത്തുന്നത് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടെങ്കിൽ എത്രമേൽ മനോഹരമായിരിക്കും അവരുടെ ജീവിതം. അല്ലേ? അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എന്നാൽ ഈ സ്വർഗീയ ഭംഗികളൊക്കെ അവിടെ ഉണ്ട്. മുള്ളില്ലാത്ത നല്ല പഴങ്ങളുണ്ട്, നല്ല മധുരമുള്ള പഴങ്ങളുണ്ട്, നല്ല തണൽ മരങ്ങളുണ്ട്, സീസണൽ അല്ലാത്ത, സീസൺ വന്നു കഴിഞ്ഞാൽ മുറിഞ്ഞു പോകുന്നില്ല, കാലാകാലം മനോഹരമായ പഴങ്ങളൊക്കെ അവിടെയുണ്ട്. മടുപ്പുണ്ടാകില്ല എന്നാണ്. നിലക്കാതെ ഇതൊക്കെ കിട്ടും. ഖാലിദീന ഫീഹാ, ഖാലിദീന ഫീഹാ, അവര് പൗരത്വമുണ്ട്. അവർക്ക് സ്വർഗത്തിൽ പൗരത്വമുണ്ട്. 2-3 ദിവസത്തേക്ക് നിൽക്കാൻ വന്നവരല്ല. ഇപ്പൊ ഗൾഫിൽ പോയി നമ്മൾ വലിയൊരു ഹോട്ടലിലാണ് അല്ലെങ്കിൽ വലിയൊരു റിസോർട്ടൊക്കെ നമുക്ക് ഉണ്ട് എന്ന് പറഞ്ഞാലും ടെൻഷനായിരിക്കും കുറെ ആളുകൾക്ക്, സമാധാനം ഉണ്ടാവില്ല. കാരണം പൗരത്വമില്ല. നാളെ വന്നിപ്പോ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നിട്ട് പൗരത്വം ഇല്ലാത്തവരൊക്കെ പുറത്തു പോകണമെന്ന് പറഞ്ഞാല്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി റിസോർട്ട് അടക്കം ഇവിടെ വിട്ടുകൊണ്ട് പോകണമെന്ന് ചിന്തിക്കുമ്പോൾ അവന് സ്വസ്ഥതയോടെ കിടക്കാൻ പറ്റൂല. സ്വർഗത്തിൽ അങ്ങനത്തെ പ്രശ്നമില്ല. നിങ്ങളുടെ പേരവിടെ പൗരത്വത്തിൽ രേഖപ്പെടുത്തും. നിങ്ങൾ സ്വർഗത്തിലെ സ്വർഗീയ പൗരന്മാരായി മാറും. ഖാലിദീന ഫീഹാ അബദാ, എന്നെന്നും എന്നെന്നും നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും. നിങ്ങൾ ഗസ്റ്റുകളല്ല, പൗരന്മാരാണ്. എന്നിട്ട് പറയുന്നു, റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെടും. അള്ളാഹു അവരെ തൃപ്തിപ്പെടും. നമ്മളിപ്പോ ഒരു വീട്ടില് ഗസ്റ്റായിട്ട് പോയി, 1 ദിവസം നിന്നു, 2 ദിവസം നിന്നു, 3-ാമത്തെ ദിവസം ആകുമ്പോൾ ബിരിയാണിക്കൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവൂല. കാരണം എന്താ? നമ്മൾ ചിന്തിക്കും അവരുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആ ചിരിച്ചതിൽ എന്തെങ്കിലും ഒരു വോൾട്ടേജ് കുറഞ്ഞിട്ടുണ്ടോ അല്ലേ? അപ്പൊ ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്, ചില നല്ല ബന്ധങ്ങളുള്ള ആളുകൾ ഇടയ്ക്ക് കാണാതാവുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, സ്നേഹമൊക്കെ കുറഞ്ഞു. അത് മനുഷ്യന്മാർ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? തന്നെ. എന്നാൽ അങ്ങനെ ഒരു പ്രശ്നം എവിടെ ഉണ്ടാവൂല? സ്വർഗത്തിനുണ്ടാവൂല. കാരണം അള്ളാഹു നിങ്ങളങ്ങ് തൃപ്തിപ്പെടാൻ, നിങ്ങൾ ഇഷ്ടപ്പെടുകയാണ്. റളിയല്ലാഹു അൻഹും, നിങ്ങളെ അള്ളാഹുവിന് മടുക്കില്ല. വറദൂ അൻഹു, അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങളും തൃപ്തിപ്പെടും. എത്ര നോക്കിയിരുന്നാലും മടുപ്പ് വരില്ല. അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ ആനന്ദമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പൊ പൗരത്വത്തിന് പൗരത്വമുണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, നദീതട സംസ്കാരം ഉണ്ട്, നമുക്ക് ജീവിക്കാൻ കച്ചവടം ഉണ്ട്, എല്ലാം ഉണ്ട്. അവിടെ എല്ലാം ഉണ്ട്. സ്വർഗത്തിൽ കടക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു പ്രാർത്ഥന ഉണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്, ഒരു നന്ദി സൂചകമായ ഒരു ദുആ. അൽഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദ വഔറസനൽ അർള്. പടച്ചോനെ,
ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട് തിരിച്ചു തന്ന അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അങ്ങനെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ കയറിയിട്ട് പറയുന്ന വാക്ക് ഞങ്ങളുടെ നാട് തിരിച്ചു തന്ന നിനക്കാണ് സർവസ്തുതിയും എന്നാണ്. അത് ഭൂമിയെ കുറിച്ചല്ല. ഈ 13,000 കിലോമീറ്റർ വ്യാസമുള്ള ഭൂമി സ്വർഗത്തിൽ കയറിയിട്ട് എന്തിനാ മാലയായിട്ടിടാനോ? നമുക്ക് ഒരിക്കലും ഇവൻ കമ്പയർ ചെയ്യാൻ പറ്റില്ല സ്വർഗവും ഭൂമിയും തമ്മിൽ. അത്രമേൽ എത്രയോ ഭൂമിയുടെ ഇരട്ടിയാണ് സ്വർഗമുള്ളത്. കേവലം 13,000 കിലോമീറ്റർ വ്യാസം വരുന്ന ഈ ഭൂമി ഞങ്ങൾക്ക് തിരിച്ചു തന്ന അല്ലാഹു എന്നല്ല അവിടെ പറയുന്നത്. ഈ നാട് നമുക്ക് തിരിച്ചു തന്ന അല്ലാഹ്. അവിടെ റോഡുണ്ട്, അവിടെ കൃഷിയുണ്ട്, അവിടെ മാർക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു സ്വർഗീയ ഭംഗി നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്, ചിന്തിക്കാൻ പറ്റും. നമ്മുടെ ഈ ജീവിതത്തെ മടുപ്പില്ലാത്ത വണ്ണം അല്ലാഹു റബ്ബുൽ ആലമീൻ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷെ ഇതിലൊക്കെ അപ്പുറം സ്വർഗത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്താ? ഇപ്പൊ സ്വർഗത്തില് 1000 വസ്തുക്കൾ ഉണ്ട് നോക്കാം. 1000 ഭംഗി സ്വർഗത്തെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അതിൽ ഈ പറഞ്ഞ ഏത് പാലാകട്ടെ തേനാകട്ടെ എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ പോയിന്റ് 1 പോലും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റൂല. സ്വർഗത്തിന്റെ മുഴുവൻ ആനന്ദവും ലിഖാഉല്ലാഹ് വ മുറാഫഖത്തു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി, അല്ലാഹനെ കാണലും റസൂലുള്ളാഹിനോട് വർത്താനം പറയലാണ്. അല്ലേ? ഒരു സ്വഹാബിയോട് റസൂലുള്ള പറയുന്നില്ലേ, സൽ നീ ചോദിച്ചോ, എന്നോട് എന്ത് വേണമെങ്കിലും ചോദിച്ചോ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗം വേണം എന്നൊന്നുമല്ല, സ്വർഗത്തിൽ അങ്ങയോട് വർത്താനം പറഞ്ഞിരിക്കണം നബിയെ. സ്വർഗത്തിൽ അങ്ങയോട് വർത്തമാനം പറഞ്ഞിരിക്കണം നബിയെ. അതാണ് ഞാൻ ആദ്യം ഉദ്ധരിച്ച ഹദീസ്. ഈ കൗൽ ഹിമവിൽ കാണാം, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങൾ പറയുന്നത് എന്താ? സ്വർഗത്തില് അള്ളാഹനെ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുടെ ഇടയിലേക്ക് ഒരു ഹിജാബ് വീണാൽ, അള്ളാഹനെ കാണുന്നതിനിടയിൽ ഒരു മറ വീണാൽ അവര് അലറിക്കറിയാൻ തുടങ്ങും. തൊട്ടപ്പുറത്തെ ഹൂറികളുണ്ട്, ഇവിടെ പുഴയുണ്ട്, ആറുണ്ട്, ഇതൊന്നും അവരെ ബാധിക്കണില്ല. കാരണം അതൊന്നും ആനന്ദമായിട്ട് അവർ കാണുന്നില്ല. ഏറ്റവും വലിയ സർവാനന്ദം അവരുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ, ആ റബ്ബിനും അവരും ഇടയിൽ ഒരു മറ വീണാൽ അവനക്കറിയാൻ തുടങ്ങും, പടച്ചോനെ ഈ സ്വർഗത്തിൽ നിന്ന് എന്നെ വലിച്ചെറിയണേ അല്ലാ. നരകാവകാശികൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി കരയുന്നത് പോലെ സ്വർഗത്തിൽ കിടന്ന് കരയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൂറികൾ എന്നൊക്കെ പറഞ്ഞ ചെറിയ സാധനം. പിന്നെ ഈ സ്വർഗത്തിന്റെ വിവരണങ്ങൾ ഖുർആനിലുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ആത്മീയമായ ടച്ച് ഉണ്ട്. നമ്മൾ ഈ വായിക്കുന്ന ബാഹ്യമായ പരിഭാഷ ഒന്നുമല്ല അതിന്റെ ആശയം. അതിനൊക്കെ ഒരു ആത്മീയമായ ടച്ച് ഉണ്ട്. നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന പരിഭാഷയിൽ അർത്ഥമൊന്നുമല്ല അതിന്റെ ആന്തരികമായ ആശയം. അപ്പൊ അതൊക്കെ നോക്കി വെച്ചിട്ട് സ്വർഗം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്നല്ല, ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പടിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ നോക്കിക്കോ. സ്വർഗം പറയുമ്പോ നരകം പറയുമ്പോ സ്വർഗത്തിലെ ഈ സംഗതികൾ മാത്രമേ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നു. എന്തതിന്റെ കാരണം? നമുക്കിടയിൽ നിന്ന് എവിടെയൊക്കെയോ സൂഫി മൻഹജ് നഷ്ടപ്പെട്ടു പോയി. ഒരു സൂഫി മൻഹജ് ഉണ്ട് യഥാർത്ഥത്തിൽ. ആ മൻഹജിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോയി. നമ്മൾ വരണ്ടുണങ്ങിയ ഇസ്ലാമിന്റെ ആളുകൾ മാത്രമായി പോയി. നമ്മളിൽ തസവൂഫ് ഇല്ലാതായിപ്പോയി. എന്നാൽ സൂഫി എന്ന് പറയുന്ന കുറെ കള്ളന്മാർ വേറെയുണ്ട്. അതല്ല യഥാർത്ഥ തസവൂഫ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്ത്, താബിഈങ്ങൾ, അയിമ്മത്തുകൾ അവരൊക്കെ ആസ്വദിച്ചൊരു ഇസ്ലാമിന്റെ മനോഹരമായ ഭാവം ഉണ്ടല്ലോ. ഈ സംഗതി നഷ്ടപ്പെട്ടു പോയപ്പോ നമ്മൾ ഈ കേവലം ബാഹ്യമായ സംഗതികളുടെ മേൽ അതാണ് സ്വർഗം, അത് മാത്രമാണ് സ്വർഗം, അതിനു വേണ്ടിയിട്ടാണ് ഇല്ല നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും നിങ്ങൾ സ്വർഗത്തിലെ ഹൂറികളെ കണ്ട് നിസ്കരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഹൂറിയല്ല, അള്ളയാണ് വലുത്, അള്ളാഹു ആണ് വലുത്. ആ റബ്ബിന് വേണ്ടി നിസ്കരിക്കുക. അതുകൊണ്ട് തന്നെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇദാ സഅൽതൽ ജന്ന, മോനെ നീ സ്വർഗം അള്ളാഹിനോട് ചോദിക്കുകയാണെങ്കിൽ ഫസ്അലിൽ ഫിർദൗസിൽ അലാ, നീ ഏറ്റവും വലിയ ഫിർദൗസ് ചോദിക്കണം. എന്തിനാ അങ്ങനെ ചോദിക്കാൻ പറഞ്ഞത്? ആ ഫിർദൗസിന്റെ മേൽക്കൂരയാണ് അർശുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ സിംഹാസനമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർശ് അവിടെയാണ്. അതായത് നമ്മളിപ്പോ ഒരു സംഗതി പറയാം, എടാ ഈ റിസോർട്ട് നീ എടുത്തോ, അതിന്റെ ബാൽക്കണി അടിപൊളിയാണ്, ആ ബാൽക്കണിയിൽ നിന്നാൽ പുഴ കാണാം, മറ്റത് കാണാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭയങ്കര ആസ്വദിക്കാന്നുള്ള പറയില്ലേ. റസൂലുള്ളാഹി ഹൈലൈറ്റ് ചെയ്യാൻ സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥലം ഫിർദൗസ് ആണ്. ആ ഫിർദൗസിന്റെ ബാൽക്കണിയിൽ എന്താണ് ഹൂറികളുണ്ട് എന്നല്ല പറഞ്ഞത്. അവിടെ പുഴയുണ്ട്, ആറുണ്ട്, മാമലകളുണ്ട്, ഇതൊന്നുമല്ല. അർശുർ റഹ്മാൻ, അവിടെ നിന്നാല് നിനക്ക് അല്ലാഹനെ കാണാം. അതുകൊണ്ട് സ്വർഗം ചോദിക്കുമ്പോ ഫിർദൗസ് തന്നെ ചോദിക്കണം, ഫിർദൗസ് തന്നെ ചോദിക്കണം. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഈ സ്വർഗം എന്നുള്ളൊരു കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റിൽ കടന്നു വരേണ്ടത് സ്വർഗം അല്ലാഹനെ കിട്ടലാണ്, അല്ലാഹനെ അറിയലാണ്. ഞാൻ ഈ നിസ്കരിക്കുന്നത് അല്ലാഹനെ കിട്ടാൻ വേണ്ടിയാണ്, ഞാൻ ഇബാദത്ത് ചെയ്യുന്നത് അല്ലാഹനെ കിട്ടാൻ വേണ്ടിയാണ്. ആ ബോധ്യത്തിൽ നമ്മുടെ ലൈഫ് ഒന്ന് മാറ്റി നോക്കിയേ.
ആ സൂഫിയും മൻഹജിൽ നിന്നുകൊണ്ട് നമ്മൾ ഇസ്ലാമിനൊന്നും മനസ്സിലാക്കി നോക്കിയേ. അത്രമേൽ സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ നിൽക്കുന്ന മനുഷ്യരെ നമുക്ക് വേറെ കാണാൻ പറ്റുമോ? നമ്മൾ എന്താ സാറ്റിസ്ഫൈഡ് അല്ലാത്തത്? നമ്മൾ ഈ ജീവിക്കുന്നതൊന്നും അള്ളാഹ്ക്ക് വേണ്ടിയല്ല. അള്ളാഹ് നമ്മൾ അറിഞ്ഞിട്ടുമില്ല. അള്ളാഹ് എന്ന സ്വർഗത്തെ ദുനിയാവിലും കിട്ടിയിട്ടില്ല. അത് നിമിത്തം പിന്നെ എങ്ങനെയാണ് നമുക്ക് ആഖിറത്തിൽ ആസ്വദിക്കാൻ കഴിയുക? ദുനിയാവിലും കിട്ടണം അള്ളാനെ. അതായത് അള്ളാനെ അറിഞ്ഞാൽ അവർക്ക് ജന്നതാൻ. റഹ്മാനിൽ അള്ളാഹ് പറഞ്ഞില്ലേ ആയത്തിന്റെ തുടക്കം എങ്ങനെ? ബൈനഹുമ ബർസഖുൽ അയച്ചെങ്ങനെയായിരുന്നു? വമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അള്ളാന്റെ സ്ഥാനത്തെ തിരിച്ചറിയുന്നവന് ജന്നതാൻ, അള്ളാനെ അറിയുന്നവനാണത്. വമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. രണ്ട് സ്വർഗമുണ്ട്. ഒരു സ്വർഗം കിട്ടിയാൽ പിന്നെ എന്തിനാ വേറെ സ്വർഗം? ഒരു സ്വർഗത്തിൽ തന്നെ എല്ലാം കിട്ടൂലേ? രണ്ട് സ്വർഗം, ദുനിയാവും സ്വർഗം, ആഖിറവും സ്വർഗം. എന്തേ? അവൻ അള്ളാനെ കിട്ടി, അവൻ അള്ളാനെ അറിഞ്ഞു, അള്ളാനെ ആസ്വദിച്ചു. അതിലപ്പുറം എന്താ സ്വർഗം? അത് ആസ്വദിക്കാൻ, ആ ബോധ്യത്തിൽ ജീവിക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ തുടർച്ചയെന്നുള്ള കുറെ വിഷയങ്ങൾ പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. സമയം പോലെ നമ്മുടെ കൽബൊക്കെ ഒന്ന് മാറണം. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പലതും തെറ്റാണ്. ഇതൊക്കെ നമുക്കൊന്ന് അഴിച്ചു പണിയണം. ഹക്കായ രീതിയിൽ അഇമ്മത്തുകൾ പഠിപ്പിച്ചതുപോലെ നമുക്കത് പഠിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇപ്പം എല്ലാവർക്കും സംഗതി പിടികിട്ടിയില്ല. എന്താ നമ്മുടെ നിസ്കാരത്തിന് ഒരു ഫലമില്ലാതെ പോണത് എന്തുകൊണ്ടാ? അല്ല എന്ന സ്വർഗം അല്ല എന്നോർക്കടോ. അള്ളാഹുവാണ് സ്വർഗം. ആ റബ്ബുൽ ആലമീനെ കിട്ടാൻ വേണ്ടി നിസ്കരിക്കണം. അപ്പോഴാണ് നിസ്കാരത്തിനൊരു ആനന്ദം ഉണ്ടാവുള്ളൂ. ഇല്ല, അങ്ങനെയല്ലേ? എന്തെല്ലാം നിങ്ങളുടെ വീട്ടിലുണ്ടായാലും കല്യാണം കഴിഞ്ഞിട്ടിങ്ങനെ ആദ്യരാത്രിക്ക് കാത്തിരിക്കുകയാണ്. അപ്പോൾ കെട്ടിയോ മാത്രം വന്നില്ല, ഫ്രൂട്ട്സ് വരുന്നുണ്ട്, പാല് വരുന്നുണ്ട്, മിഠായി വരുന്നുണ്ട്, പഴങ്ങൾ വരുന്നുണ്ട്, പലതും വരുന്നുണ്ട്. കെട്ടിയോ വന്നില്ല. ആദ്യരാത്രിക്ക് വല്ല രസം ഉണ്ടാവുമോ? ഈ പഴം തിന്നാനാ കല്യാണം കഴിച്ചത്? എടാ, കെട്ടിയോന് വേണ്ടി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി ആ സംഗതികളോടെ ഉണ്ടാവണല്ലേ? കാണണം, ആ കൊതിയുണ്ടല്ലോ. അതാണ് അള്ളാനെ കിട്ടണം. ഹസ്ബി റബ്ബി ജല്ലല്ലാ നമ്മൾ പാടിയില്ലേ? ആ ബോധ്യത്തിൽ തന്നെ നിസ്കരിക്കാൻ കഴിഞ്ഞാൽ മക്കളെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങൾ സന്തോഷം നിറഞ്ഞ ആളുകളായി മാറും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു, ഈ സൈത്തൂൻ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞത് ഏത് സൂറത്തിലാണ്? സൂറത്ത് തീനിലാണ് അല്ലേ? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത്. നാളെ നമുക്ക് വിജയെ തിരഞ്ഞെടുക്കാം കേട്ടോ. ഏതായാലും അള്ളാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ 1000 രൂപ സമ്മാനത്തിനുള്ള ഇന്നത്തെ ഒരു ചോദ്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഖുറൈശികൾ വാലറ്റവൻ എന്ന് വിളിച്ചു. മുത്തുനബിക്ക് ആൺകുട്ടികൾ പെട്ടെന്ന് മരണപ്പെട്ടു പോയതുകൊണ്ട് പരമ്പര ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കളിയാക്കി. അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് മറുപടി കൊടുത്തിറക്കിയ അധ്യായം ഏതാണ് ആ സൂറത്തിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. റിലീഫ് പദ്ധതിയിലേക്ക് പലരും ഹദിയ ചെയ്തിട്ടുണ്ട്. ലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. നിന്നെ കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നിന്നെ കാണാത്ത കണ്ണെന്തിനാ, നിന്നെ കേൾക്കാത്ത കാതെന്തിനാ, നിന്നെ കാണാത്ത കൽബെന്തിനാ. പടച്ചോനെ കാണാത്ത കണ്ണും കൽബും, അങ്ങനെയൊരു ഹൃദയം തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ ചമ്പുരാനെ. നിന്നെ കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും നിന്നെ അറിയുന്ന കൽബും നൽകണേ അല്ലാ. പാപങ്ങളെല്ലാം പൊറുക്കണേ അല്ലാ. കുടുംബത്തിൽ, വീട്ടിൽ, തൊഴിലിടങ്ങളിൽ ഞങ്ങൾക്ക് തന്നെയും നീ സമാധാനം നൽകണയല്ല. മക്കളെ നന്നാക്കണയല്ല. ശോഭനമായ ഭാവി നൽകണയല്ല. ഉന്നതങ്ങളെ എത്തിപ്പിടിക്കാൻ തൗഫീഖ് നൽകണയല്ല. പരീക്ഷണങ്ങളിൽ എല്ലാ മേഖലകളിലും വിജയം നൽകണയല്ല.
സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാ, തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാ, പ്രവാസികൾക്ക് ഖൈർ നൽകണേ അല്ലാ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ. പടച്ചോനെ, ഒരുപാട് പ്രായം ചെന്ന ഉമ്മമാരുപ്പമാർ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണയല്ല. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല. പരിശുദ്ധ ഭൂമിയിലേക്ക് ഉംറക്ക് പോകുന്നവരുണ്ട്, അഅമാലുകൾ പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണയല്ല. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീന ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.